വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ BCom BBA സ്റ്റുഡൻസിന് കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് essay ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, പലരും ചോദിക്കുന്നതാണ്. ഒന്ന് പാസ്സാകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. അതുപോലെ തന്നെ ഹൈ മാർക്സിലോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ, 90% അബോവ് ഒക്കെ മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഏത് രീതിയിൽ പഠിക്കണം, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് വരുന്നത് ഇതാണ്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. സോ ആസ് യൂഷ്വൽ 5 ബ്ലോക്കുകളായിട്ട് അല്ലെങ്കിൽ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സബ്ജക്റ്റ്. അതിൽ ആദ്യം വരുന്നത് ബേസിക്സ്, കൺസെപ്റ്റ്സ് ഓഫ് ഓൺട്രപ്രണർ, ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ആൻഡ് ഇൻസെൻറ്റീവ്സ് ടു ഓൺട്രപ്രണേഴ്സ്, ദെൻ MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം enterprises, then setting up of an industrial unit, then project report. ഇതാണ് 5 മൊഡ്യൂൾസ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് പാസ്സാകാൻ, അല്ലെങ്കിൽ അത്യാവശ്യം മാർക്ക് ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ചാലും കിട്ടണമെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്പർ 1 ഫസ്റ്റ് ചാപ്റ്റർ. ഇത് ബേസിക് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പഠിച്ച് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ദെൻ ഇതിലുള്ള മെജോറിറ്റി ചോദ്യങ്ങൾ എക്സാമിന് വരും. നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു അത് മിക്കതും എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. 2 മാർക്കിൻ്റെ ഒരു മിനിമം 3 മുതൽ 4 ചോദ്യങ്ങൾ, അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ഒരു 2 മിനിമം, ദെൻ essayക്ക് 1 കമ്പൽസറി എന്ന് പറഞ്ഞാൽ 10, 20, 28 മാർക്ക് വരെ, ചിലപ്പോൾ 30 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 1. അപ്പോൾ മെജോറിറ്റി ചോദ്യങ്ങൾ അതിൽ ശരിക്കും പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ്. മിക്കതും മാറി മാറി അതിൽ നിന്ന് ചോദ്യങ്ങൾ ഇടാറുള്ളതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ. പിന്നെ കംഫർട്ട് എന്ന് വരുന്നത് ലാസ്റ്റ് മൊഡ്യൂളാണ്, പ്രൊജക്ട് റിപ്പോർട്ട്. ഇതിൻ്റെ പ്രത്യേകത ചെറിയ ചാപ്റ്ററാണ്, ഉള്ളതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ വരും. ഉള്ളതിൽ നിന്ന് ഷുവറായിട്ടൊരു ഒരു എസ്സേ ഷുവർ 2 മാർക്സിൻ്റെ 1-2 ചോദ്യങ്ങൾ, 5 മാർക്കിൻ്റെ 1. അപ്പോൾ എന്തുകൊണ്ട് മൊഡ്യൂൾ നമ്പർ 5 സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഷുവറായിട്ടൊരു essay കിട്ടും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും ഓരോ essay കിട്ടി കഴിഞ്ഞാൽ essay കംഫർട്ടായി. ദെൻ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 2 മാർക്സിൻ്റെ ഒരു മിനിമം ഈ 2 ചാപ്റ്റർ നോക്കിയാൽ തന്നെ ഒരു 5 6 വരെ ചിലപ്പോൾ 2 മാർക്സിൻ്റെ കിട്ടും. 5 മാർക്കിൻ്റെ അപ്പോൾ ഇതിൽ നിന്ന് 2 ഇതിൽ നിന്ന് 1 കിട്ടിയാൽ അല്ലേ 15 മാർക്കിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 2 മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ പാസ് മാർക്കിനേക്കാൾ കൂടുതൽ മേടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ബേസിക്സ് ആണ്, ഇതും എന്താണ് ചെറിയ ചാപ്റ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുറച്ച് പഠിച്ച് പാസ്സാകാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ പഠിക്കാൻ. ദെൻ അതിനുശേഷം ഈ പറയുന്ന 3 മൊഡ്യൂൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ പഠിക്കാനുണ്ട്, ഒരുപാട് വായിക്കാനുണ്ട്. അതിൽ നിന്ന് നമുക്ക് വരുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നേരത്തെ പറഞ്ഞതിനെ അപേക്ഷിച്ച് കുറവാണ്. ബട്ട് നമുക്ക് 4 essay ഉള്ളതുകൊണ്ട് തന്നെ 4 മൊഡ്യൂൾ ഇന്ന് essay ഇടും. ഇപ്പം ഇതിൽ നിന്ന് ഒരു കമ്പൽസറി essay ഉണ്ടാവും. ചാപ്റ്റർ നമ്പർ 1, ചാപ്റ്റർ നമ്പർ 5 പറഞ്ഞു കമ്പൽസറി essay ഉള്ളതാണ്. പിന്നെ മറ്റ് essay എന്ന് പറയുമ്പോൾ ഈ 3 ഏതെങ്കിലും 2 അത് ചില സമയത്ത് ഇതിൽ നിന്ന് 2 ചിലപ്പോൾ ഇതും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ 5 മൊഡ്യൂളിൽ 4 മൊഡ്യൂളിൽ നിന്ന് essay അവർ ഇടുന്നതാണ്. അതിൽ ആദ്യത്തെയും ലാസ്റ്റ് ചാപ്റ്ററും കമ്പൽസറി ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സജഷൻ നിങ്ങൾക്ക് നൽകിയത്.
ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളെ എപ്പോഴും ആദ്യം ഇതൊന്ന് മെൻഷൻ ചെയ്യാൻ പറയാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടും, പിന്നെ ലൈവ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതിൽ ആദ്യത്തെ കൺസെപ്റ്റ് ഓഫ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ആണ്. ഇതിൽ നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ എന്താണ് ഓൺട്രപ്രണർ, നിങ്ങളുടെ ചിലപ്പോൾ 2 മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. നിർബന്ധമായും പഠിക്കുക ഓൺട്രപ്രണർ എന്താണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓൺട്രപ്രണർ 5 മാർക്കിൻ്റെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന മറ്റൊരു ചോദ്യം, 5 മാർക്കിൻ്റെ. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണറിൽ നമുക്ക് പല ക്ലാസിഫിക്കേഷൻ കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും 2 എണ്ണം വരെ നമുക്ക് 2 മാർക്സിൻ്റെ ചോദിക്കാറുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ മിക്കതും നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടൊന്നല്ല കണ്ടുവരാറ്. ഈ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും 1 or 2 നമുക്ക് 2 മാർക്കിൻ്റെ കാണാറുണ്ട്. അതിലിപ്പോൾ ആദ്യം ബിസിനസ് ഓൺട്രപ്രണർ ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടുവന്നുള്ളത് പറയാം. ടെക്നിക്കൽ ഉണ്ട്, പിന്നെ പ്രൊഫഷണൽ ഓൺട്രപ്രണർ. ടെക്നിക്കൽ നോക്കാം, റിപ്പീറ്റായിട്ട് കണ്ടിട്ടുള്ളതാണ്, 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. പ്യുവർ ഓൺട്രപ്രണർ, ഇതൊക്കെ നിർബന്ധമായും പഠിക്കണം. ദെൻ പിന്നെ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ ഓൺട്രപ്രണർ. ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഇന്നോവേറ്റീവ് ഓൺട്രപ്രണർ നോക്കാം, 2 മാർക്കിൻ്റെ വന്നിട്ടുള്ളത്. പരമാവധി ഈ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കിയോളൂ. ഇതിൽ ഏതെങ്കിലും 2 എണ്ണമാണ് വരാറ്. അഡാപ്റ്റീവ് അല്ലെങ്കിൽ ഇമിറ്റേറ്റീവ് വന്നിട്ടുണ്ട്, ഫാബിയൻ വന്നിട്ടുണ്ട്, ഡ്രോൺ ഓൺട്രപ്രണേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഡ്രോൺ, ഫാബിയൻ, പ്രൊഫഷണൽ. ഇതൊക്കെ നമുക്ക് ഇന്നോവേറ്റീവ് ചോദിച്ചിട്ടുള്ളതാണ്, പോർട്ട്ഫോളിയോ. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റായിട്ട് ഇതിനേക്കാൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിന് മാറി മാറി വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ 2 മാർക്സിൻ്റെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുന്ന 1-2 ഞാനിപ്പോൾ പറഞ്ഞിട്ട്. സോഷ്യൽ ഓൺട്രപ്രണർ വന്നിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ 2 മാർക്സിൻ്റെ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഈ രീതിയിൽ പഠിക്കാം. നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബേസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ മിക്കതും എല്ലാ പേപ്പറിലും ഒരുപാട് വരും. പിന്നെ നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയധികം ചോദ്യങ്ങൾ വരുന്നത്. ദെൻ ഓൺട്രപ്രണറിയൽ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ട്രൈറ്റ്സ് ആണ് 5 മാർക്കിൻ്റെ വരാറുള്ളൊരു ചോദ്യമാണ്. എന്തൊക്കെയാണ് ഓൺട്രപ്രണറുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ വേണ്ടത് ഒരു നല്ല ഓൺട്രപ്രണർക്ക്? ഇതൊക്കെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ബുക്കാണ്. ഇതിപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പറയണമെന്ന് മാത്രം. ബട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും കംഫർട്ടബിൾ. അപ്പോൾ 5 മാർക്കിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഓൺട്രപ്രണേഴ്സിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ കോമ്പിറ്റൻസീസ് അല്ലെങ്കിൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. നിർബന്ധമായും പഠിക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എസ്സേക്ക് ഞാൻ ഈ പറയുന്ന 2 ടോപ്പിക്കുകൾ മാറി മാറി വരുന്നതാണ് ഈ ചാപ്റ്ററിൽ. നമ്പർ 1 റോൾ ഓഫ് ഓൺട്രപ്രണേഴ്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. എസ്സേക്ക് വന്നിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിക്കണം, വീണ്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇതും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺട്രപ്രണറിയൽ ഗ്രോത്ത്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും മാറി മാറി വരും. ഒരു പ്രാവശ്യം അതിട്ടാൽ നെക്സ്റ്റ് ഇത് അങ്ങനെ മാറി മാറി വരും. ചില സമയത്ത് ഒരെണ്ണം നേരത്തെ പറഞ്ഞതും അത് എസ്സേക്കും ഇത് 5 മാർക്കിനും വരാറുണ്ട്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺട്രപ്രണറിയൽ ഗ്രോത്ത്. അപ്പോൾ ഇത് 2 എസ്സേ ടോപ്പിക്കാണ്, നിർബന്ധമായും പഠിക്കണം. ഓക്കെ, 2 എസ്സേ ടോപ്പിക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എസ്സേക്കും മറ്റേത് ഒരെണ്ണം 5 മാർക്കിനും വരാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആദ്യത്തെയാണ് ഫാക്ടേഴ്സ് 5 മാർക്കിന്, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞത് നമ്മൾ എസ്സേക്കും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ ആ എസ്സേയുടെ ടോപ്പിക് ഒന്നും കൂടിയും പറയണു, റോൾ ഓഫ് ഓൺട്രപ്രണേഴ്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. പിന്നെ ഈ ഫാക്ടേഴ്സ് ഓൺട്രപ്രണറിയൽ ഗ്രോത്തിനുള്ളത് അത് എസ്സേക്ക് ഇടാം, ബട്ട് 5 മാർക്കിനും വരാറുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഞാനിവിടെ പറഞ്ഞത്, നിർബന്ധമായും പഠിക്കുക. ഇനി 2 മാർക്കിൻ്റെ ചോദ്യം, ഓൺട്രപ്രണർഷിപ്പ് എന്താണ്? ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് 2 മാർക്സിൻ്റെ ചോദ്യം. ഓൺട്രപ്രണർഷിപ്പ് എന്താണ്? ദെൻ നെക്സ്റ്റ് 2 മാർക്കിലോ 5 മാർക്കിലോ പ്രതീക്ഷിക്കാം ഓൺട്രപ്രണറും ഇൻട്രാപ്രണറും തമ്മിലുള്ള ഡിഫറൻസ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇൻട്രാപ്രണർ ആരാണെന്ന് മാത്രമായിട്ടും ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഡിഫറൻസ്, കമ്പാരിസൺ പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടുവന്നുള്ളതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് വിമൻ ഓൺട്രപ്രണേഴ്സ് ആണ്. 5 മാർക്കിൻ്റെ മിക്കതും ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്.
SAക്കും സ്കോപ്പ് ഉണ്ട്. ബട്ട് ഒരു 4 വർഷമായിട്ട് ഇതിൽ നിന്ന് SC എല്ലാം 5 മാർക്കാണ് കണ്ടുവരാറ്. അപ്പോൾ വിമൻ ഓണ്ടർപ്രണേഴ്സ് ആരാണ് 2 മാർക്സിൻ്റെ നോക്കാം. പിന്നെ ഇവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ റീസെൻറ്റ് ഡെവലപ്മെൻറ്റും നോക്കാം. വിമൻ ഓണ്ടർപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് കൂടുതൽ കണ്ടുവരിക. 2 മാർക്കിൻ്റെ ട്രിസം, ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഇതെന്താണെന്ന് ചോദിക്കാറുണ്ട് ട്രിസം 2 മാർക്സിൻ്റെ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് നെക്സ്റ്റ് ഇത് 2 മാർക്സിൻ്റെയിലും ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം 5 മാർക്കിൻ്റെയും ചോദിച്ചിട്ടുണ്ട്. നാഷണൽ അലയൻസ് ഓഫ് യങ് ഓൺടർപ്രണേഴ്സ് NAYE, ഇതെന്താണെന്ന് 2 മാർക്കിൻ്റെയിൽ ചോദിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഇതെങ്ങനെയാണ് വിമൻ ഓൺടർപ്രണേഴ്സിനെ അസിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം 5 മാർക്കിൻ്റെയിലും വന്നിട്ടുണ്ട് കേട്ടോ, നോക്കിയിരിക്കണം. മെയിൻ ടോപ്പിക്ക് ഞാൻ പറഞ്ഞു, വിമൻ ഓണ്ടർപ്രണേഴ്സിൻ്റെ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് വിമൻ ഓണ്ടർപ്രണേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ പലപ്പോഴും വരാറുണ്ട്. കുടുംബശ്രീ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിൽ വന്നിട്ടുണ്ട്, കുടുംബശ്രീ യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ഏരിയ. വിമൻ ഓണ്ടർപ്രണേഴ്സിൻ്റെ പ്രോബ്ലംസ്, അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ് നോക്കാം കേട്ടോ. 5 മാർക്സും SAക്കും സ്കോപ്പുകളാണ്, നിർബന്ധമായും പഠിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമുക്ക് കട്ട് ചെയ്യാനില്ല. ഇനി ഈ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം EDP എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെയിലും അതിൻ്റെ ഫേസസ് 5 മാർക്കിൻ്റെയിലും വന്നിട്ടുള്ളതാണ് ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്താണെന്ന് പഠിക്കുക. ദെൻ അതിൻ്റെ ഫേസസ്, ഒബ്ജക്റ്റീവ്സ് നോക്കാം. അതിൻ്റെ ഫേസസ് ആണ് മെയിനായിട്ട് ഇതിൽ ഉള്ളത് കേട്ടോ. ഈ ഒരു ടോപ്പിക്കാണ് കണ്ടുവന്നുള്ളത്. എന്താണ് EDP, പിന്നെ അതിൻ്റെ ഫേസസ് അല്ലെങ്കിൽ പ്രോസസ്സ്. സോ ഇതാണ് മറ്റൊരു ഏരിയ നമുക്ക് നോക്കണ്ടേ. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇതൊന്നും അങ്ങനെ കണ്ടുവന്നിട്ടില്ല. ഓക്കെ, അതിന് ശേഷമുള്ളതും പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഒരൊറ്റ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ഉള്ളത് ലാസ്റ്റ് ചാപ്റ്ററിൽ വീണ്ടും ഉണ്ട്. ഒരു ടോപ്പിക്ക് വന്നിട്ടുള്ളതാണ് പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. സോ ദാറ്റ്സ് ഓൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലത്തെ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എന്താ, ബേസിക്സ്, ഓണ്ടർപ്രണർ ആരാണ്, ദെൻ ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സിനെ പറ്റിയിട്ട് അതിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ്, ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ ഓണ്ടർപ്രണർ, ക്ലാസിഫിക്കേഷനിൽ ഏതെങ്കിലും 1 or 2 വരുന്നു പറഞ്ഞു. പിന്നെ റോൾ ഓഫ് ഓണ്ടർപ്രണേഴ്സ് ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓണ്ടർപ്രണറിയൽ ഗ്രോത്ത് പറഞ്ഞു. പിന്നെ ഓണ്ടർപ്രണർഷിപ്പ് എന്താണെന്ന് പറഞ്ഞു. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്താണ് നോക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫേസസ് നോക്കാൻ പറഞ്ഞു. എൻ്റെ ഇടയിൽ NAYE അത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾ മിനിമം ഈ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പാസ് മാർക്കിൻ്റെ അടുത്ത് കിട്ടി. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ മാറി മാറി വരുന്നതാണ്, ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ആൻഡ് ഇൻസെൻറ്റീവ്സ് ടു ഓണ്ടർപ്രണേഴ്സ്. ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ 2 വർഷത്തിൽ ചോദിച്ചിട്ടുള്ള SI ചോദ്യത്തിൽ ഒന്ന് ഇതാണ്. ഏതൊക്കെയാണ് വാരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് സപ്പോർട്ട് ദി ഓണ്ടർപ്രണേഴ്സ്, ഓണ്ടർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന്, ഇതാണ് ചോദ്യം SAക്ക്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതോറിറ്റീസിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഏതൊക്കെയാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ ഷോർട്ടായിട്ട് ഓരോന്നിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം വേണ്ടേ. പക്ഷേ ഇതൊരു നല്ല SAക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്ന് പറയേണ്ടി വരും, കുറേ പഠിക്കാണ്ട്. അപ്പോൾ അപ്പുറത്ത് വേറെ SC കിട്ടുകയാണെങ്കിൽ അതായിരിക്കും എഴുതുന്നത് ബെറ്റർ. ബട്ട് ഇത് SAക്ക് വന്നിട്ടുള്ളതാണ്. ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ 2 വർഷം ഇതിൽ നിന്ന് SI പറഞ്ഞ ചോദ്യം വന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഏതൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട്, പിന്നെ ഇതിൽ ഇൻസെൻറ്റീവ്സിനെ പറ്റിയിട്ടും സബ്സിഡീനെ പറ്റിയിട്ടാണ് പിന്നെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറ് കേട്ടോ. അതിലോട്ട് പോണേക്കാളും ടൈപ്സ് ഓഫ് ഫിനാൻസിൽ ഷോർട്ട് ടൈം, മീഡിയം ടൈം, ലോങ് ടൈം ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫിനാൻസിനെ പറ്റിയിട്ട് ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഷോർട്ട് ടൈം ഫിനാൻസ് എന്നൊക്കെ. ഇനി നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് DIC,
ഒന്നുകിൽ 2 മാർക്സ്, ഒരു പ്രാവശ്യം 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ 5 മാർക്കിന് ഇതിൻ്റെ ഫങ്ഷൻസ്. ദെൻ ഡീറ്റെയിൽഡ് ആയിട്ട് SAക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പറിലങ്ങടാന്നുകൊണ്ട് ഇതിൻ്റെ SAക്ക് ചോദിച്ചിട്ടുണ്ട്. DIC ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റേഴ്സ്. അപ്പോൾ DIC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്സിൻ്റെ ചോദിക്കാം. പിന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കണം. ഫങ്ഷൻസ് 5 മാർക്കിലും ചോദിച്ചിട്ടുണ്ട്. SAക്ക് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് DIC, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല ഒരുപാടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ 2 മാർക്കിനല്ലേ വരാറുള്ളതാണ്. അപ്പോൾ ഇന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പഠിച്ചാൽ മതി. ഇപ്പോൾ സമയം ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ പഠിക്കുക. കാരണം ഒരുപാട് വായിക്കാനുണ്ട്. അപ്പോൾ DIC എന്തായാലും പഠിക്കുക. പിന്നെ SAക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് വരാണെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് എഴുതണം. ഇപ്പോൾ DIC, സിഡ്കോ ഇങ്ങനെ ഓരോന്നിനെ പറ്റിയിട്ട് സെപ്പറേറ്റ്. അപ്പോൾ അത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിഡ്കോ ലാസ്റ്റ് 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇതിനെ പറ്റിയിട്ടൊന്നും നിങ്ങൾക്ക് ടൈമിൻ്റെ ബേസിലൊന്നും നോക്കി പോകാമെന്ന് മാത്രം. ലാസ്റ്റൊക്കെ നോക്കിയാൽ മതി കേട്ടോ, അങ്ങനെ കാണാറില്ല. NSIC 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. നിർബന്ധമായി നോക്കാം. നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ NSIC വന്നിട്ടുണ്ട് കേട്ടോ. സിഡ്ബി നോക്കാം മാത്രം, റിപ്പീറ്റ് അല്ല. നെക്സ്റ്റ് 2 മാർക്കിൻ്റെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി കമ്മീഷൻ KVIC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി അതിൻ്റെ ഫങ്ഷൻസ് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിനും വന്നിട്ടുണ്ട്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. അഗെയിൻ SISI ഇതിൻ്റെ ഫങ്ഷൻസ് 5 മാർക്സിൻ്റെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് 5 മാർക്കിൻ്റെ ഇതിൻ്റെ ഫങ്ഷൻസ് ചോദിച്ചിട്ടുണ്ട് ഒരൊറ്റ പ്രാവശ്യം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതിൻ്റെ ബേസിലാണ് പറയുന്നത്. ഓക്കെ, കിഡ്കോ നോക്കാം. 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടില്ല, നോക്കി വയ്ക്കാമെന്ന് മാത്രം. വെറുതെ ഡീറ്റെയിൽ ആയിട്ട് പോയി നേരങ്ങളായിരുത്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് നോക്കാമെന്ന് മാത്രം, റിപ്പീറ്റ് അല്ല. സ്റ്റഡ് 2 മാർക്കിൻ്റെ എന്തെങ്കിലും വന്നാലായിരുന്നു മാത്രം കേട്ടോ, അതല്ലാണ്ട് കണ്ടിട്ടില്ല. സ്ട്രാറ്റജീസ് ഓഫ് നാഷണൽ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ് നോക്കാമെന്ന് മാത്രം, ഇതിനായിട്ട് മുമ്പ് കണ്ടിട്ടില്ല. ദെൻ 2 മാർക്കിന് ഇതിൽ ചോദിച്ചിട്ടുള്ളതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് എന്താണ്. നമുക്ക് 15 ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും 2 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്, ഏതെങ്കിലും 2 എണ്ണം. അത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ DIC, NSIC, പിന്നെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റിപ്പീറ്റായിട്ട് കണ്ടുവന്നുള്ള. അപ്പോൾ അതിൽ വലിച്ചു വാരി പഠിക്കരുത്. 2 മാർക്കിൻ്റെ മാത്രം പഠിക്കുക. SISI ഞാൻ ഫങ്ഷൻസ് നോക്കാൻ പറഞ്ഞത് അതിൻ്റെയൊക്കെ ഫങ്ഷൻസ് നോക്കുക, അല്ലാത്തത് എന്താണെന്ന് മാത്രം പഠിക്കുക. ജസ്റ്റ് ഫോർ 2 മാർക്സ് പ്രസൻറ്റേഷൻ. എഗെയിൻ 2 മാർക്കാണ് ടെക്നോ പാർക്ക് 2 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് 5 മാർക്കിൻ്റെ വന്നിട്ടുണ്ട്. ഓക്കെ, ഫങ്ഷൻസ് 5 മാർക്സിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ 5 മാർക്സിൻ്റെ ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ള. അപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും 2 മാർക്കിൻ്റെ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടും ദെൻ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫങ്ഷൻസ് 5 മാർക്കിനും വരാറുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ മുമ്പ് കണ്ടുവന്നിട്ടുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. DIC, ടെക്നോ പാർക്ക്, SISI, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി ഇതൊക്കെ 5 മാർക്കിന് വന്നിട്ടുള്ളതാണ്. SAക്ക് സെപ്പറേറ്റ് DIC എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ SA എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടും ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളൊരു essay 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മിനിമം നമ്മൾ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എടുത്ത് പഠിക്കുക, വലിച്ചു വരി പഠിക്കാതിരിക്കുക. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻസെൻറ്റീവ്സ് ആൻഡ് സബ്സിഡി. എന്തായാലും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഇടാറുണ്ട്. ഒന്നുകിൽ ഇൻസെൻറ്റീവ്സ് എന്താണ് അല്ലെങ്കിൽ സബ്സിഡി എന്താണ്, 2 മാർക്ക്. ദെൻ എന്താണ് ഇൻസെൻറ്റീവ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യം 5 മാർക്ക്. അപ്പോൾ നിർബന്ധമായും പഠിക്കുക എന്താണ് ഇൻസെൻറ്റീവ്സ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ബൗണ്ടി എന്താണ്, 2 മാർക്കിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ബൗണ്ടി 2 മാർക്സിൻ്റെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ബൗണ്ടി, നോക്കി വയ്ക്കുക. ഇൻസെൻറ്റീവ്സിനെ പറ്റിയിട്ട് നിർബന്ധമായും പഠിക്കണം. ഇൻസെൻറ്റീവ്സ് എന്താണ്, അതുപോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ള സബ്സിഡി എന്താണ്, സബ്സിഡി
അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്സും സബ്സിഡിയും തമ്മിലുള്ള ഡിഫറൻസ്, നീഡ് ഫോർ ഇൻസെൻറ്റീവ്സ് ആൻഡ് സബ്സിഡീസ്. ഇതാണ് 5 മാർക്കിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇൻസെൻറ്റീവ്സിൽ നിന്നും സബ്സിഡിയിൽ നിന്നും ചോദ്യം ഉണ്ടായിരിക്കും. ഒന്നുകിൽ ഇൻസെൻറ്റീവ് എന്താണ് അല്ലെങ്കിൽ സബ്സിഡി എന്താണ്, ദെൻ ഇതിൻ്റെ നീഡ്സ്. ഇതാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇൻസെൻറ്റീവ്സ് ആൻഡ് സബ്സിഡി, റിപ്പീറ്റാണ്. അപ്പോൾ ഒന്ന് സമ്മപ്പ് ചെയ്യുമ്പോൾ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ എന്താണ് ഒരു എസ്സേ, അത് ഒന്നുകിൽ ഞാൻ പറഞ്ഞു ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എസ്സേ ചോദ്യം. വാരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണോ ഓണ്ടർപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ്. നമ്പർ 2 ചോദിച്ചിട്ടുള്ളത് DIC സെപ്പറേറ്റ്, ഇതിനായിട്ട് മുമ്പത്തെ. പിന്നെ അപ്പോൾ ഇതാണ് SCക്ക് ചോദിച്ചിട്ടുള്ളത് 10 മാർക്സ്. ദെൻ നമുക്ക് 5 മാർക്സിന് ഞാൻ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞു, അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഫംഗ്ഷൻ എടുത്ത് ചോദിക്കാറുണ്ട്. KVIC, SI, DIC, പിന്നെ ഏതൊക്കെയാണ് പറഞ്ഞല്ലോ. അതുപോലെ 1-2 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഫങ്ഷൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ലാസ്റ്റ് ഈ ഇൻസെൻറ്റീവ്സിൻ്റെയും സബ്സിഡിയുടെയും നീഡ്സ്. പിന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞതിൽ ഏതെങ്കിലും 2 എണ്ണം വരെ 2 മാർക്കിൻ്റെ ചോദ്യം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ എന്താണ് 2 മാർക്സിൻ്റെ, 2 ചോദ്യങ്ങൾ വരെ 2 മാർക്സിൻ്റെ. അപ്പോൾ ഒരു എസ്സേ 10 മാർക്ക്, 15, 19 മാർക്ക്, 20 മാർക്കൊക്കെ വരെ, 20-21 മാർക്ക് വരെ നമുക്ക് ഈ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി മൊഡ്യൂൾ നമ്പർ 3 MSME. എന്താണ് MSME? 2 മാർക്കിന് ചോദിക്കാറുണ്ട്, നോക്കി വയ്ക്കുക. ദെൻ MSMEയുടെ ഫീച്ചേഴ്സ് 5 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്, ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ നോക്കണം. ഓക്കെ, MSMEയുടെ ഫീച്ചേഴ്സ് കേട്ടോ ചോദിച്ചിട്ടുള്ളതാണ്. MSMEയുടെ എന്താണ് ഒരു ചോദ്യം എസ്സേക്ക് വന്നിട്ടുണ്ട്, അത് നെക്സ്റ്റ് ചാപ്റ്ററിലത്തെ ചോദ്യമാണ്. 5 മാർക്കിൻ്റെ പിന്നെ എടുത്ത് ചോദിക്കാറുണ്ട്. റോൾ ഓഫ് എന്താണ് SME ഇൻ ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. നിങ്ങൾക്ക് എന്താ അങ്ങനെ കണ്ടു വന്നിട്ടില്ല റോളൊന്നും. മെയിനായിട്ട് എന്താണ് MSMEയുടെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നോക്കി വയ്ക്കാം. 5 മാർക്കിൻ്റെയിലാണ് ഞാൻ ആ ഒരു ഏരിയ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ കോൺട്രിബ്യൂഷൻ ഇതിൻ്റെ MSME സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സാണ് ഒരു പ്രാവശ്യം എസ്സേക്ക് ചോദിച്ചിട്ടുള്ളത്. കോൺട്രിബ്യൂഷൻ എത്രത്തോളം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ നോക്കാം. 5 മാർക്കിൻ്റെയിലുള്ള മറ്റൊരു ചോദ്യം, ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം ഫോർ MSME. 5 മാർക്സിൻ്റെ ചോദിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം ഫോർ MSME 5 മാർക്കിൻ്റെ, അതിനെപ്പറ്റി പഠിച്ചോളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. 2 മാർക്കിൻ്റെ ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ പറ്റിയുള്ള ചോദ്യം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് 5 മാർക്കിൻ്റെയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എടുത്ത് പഠിക്കണം കേട്ടോ. ബെനഫിറ്റ്സ് ഉണ്ട്, അതും നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സും ഒബ്ജക്റ്റീവ്സും നോക്കി വയ്ക്കുക. 2 മാർക്സിൻ്റെ ചോദ്യം ഗ്രീൻ ചാനൽ. ഇതിനേക്കാൾ മുമ്പത്തെ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളൊരു ചോദ്യമാണ് ഗ്രീൻ ചാനൽ. 2 മാർക്സിൻ്റെ എനിക്ക് വേണ്ടി മാത്രം പഠിക്കുക, വലിച്ചു വാരി പഠിക്കാതിരിക്കുക. നെക്സ്റ്റ് 2 മാർക്സ് ചോദ്യം ബ്രിഡ്ജ് ക്യാപിറ്റൽ. നിർബന്ധമായും പഠിക്കണം. 2 മാർക്കിൻ്റെയിലേക്ക് 3 സെൻറ്റൻസ് മാത്രം പഠിച്ചു പോവുക. റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, വലിച്ചു വാരി പഠിക്കരുത്. അഗെയിൻ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് 2 മാർക്സിൻ്റെ ചോദ്യം നിർബന്ധമായും പഠിക്കണം. 2 മാർക്കിൻ്റെയിലേക്ക് മാത്രമായിട്ട് ഉള്ള പ്രിഫറൻസ് കൊടുക്കുക. മാർജിൻ മണി സ്കീം ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടില്ല, 2 മാർക്കിൻ്റെയിലേക്ക് ഉള്ള ഒരു സ്കോപ്പുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അഗെയിൻ 2 മാർക്സ് ക്വസ്റ്റ്യൻ സിംഗിൾ വിൻഡോ സിസ്റ്റം. ഇതൊക്കെ റിപ്പീറ്റ് ചോദ്യങ്ങളാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. സിംഗിൾ വിൻഡോ സിസ്റ്റം മറ്റൊരു ചോദ്യം. ഇനി ഇതിൽ നിന്ന് എസ്സേക്ക് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സിക്നസ് എന്താണ്, കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നസ്. ഒരൊറ്റ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇൻഡസ്ട്രിയൽ സിക്നസ് എന്താണ്, മേജർ കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നസ് എസ്സേക്ക് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ.
ഇൻഡസ്ട്രിയൽ സിഗ്നസ്. ഓക്കെ, അതിൻ്റെ റെമഡിയൽ മെഷേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പിന്നെ കാണാൻ സാധിക്കുന്നത്. എസ്ഐ ചോദിച്ചിട്ടുള്ളതാണ് ഇൻഡസ്ട്രിയൽ സിഗ്നസിനെ പറ്റിയിട്ട്. ഇനി ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇതിനായിട്ട് മുമ്പ് അങ്ങനെ ഉള്ള ദെൻ SSI 2 മാർക്കിൻ്റെ ജസ്റ്റ് നോക്കി വയ്ക്കാം. അതല്ലാണ്ട് കണ്ടിട്ടില്ല, റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ MSME ചാപ്റ്റർ. അപ്പോൾ MSME ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ ഇട്ട് കണ്ടുവന്നുള്ള 4 എസ്സേ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. എന്താണ് MSME, അതിൻ്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നോക്കി വയ്ക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പിന്നെ സിക്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിക്നെസ്സിൻ്റെ കോസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ബ്രിഡ്ജ് ക്യാപിറ്റൽ, സീഡ് ക്യാപിറ്റൽ, സിംഗിൾ വിൻഡോ സിസ്റ്റം, ഗ്രീൻ ചാനൽ, ഓക്കെ, അങ്ങനെ 2 മാർക്കിൻ്റെ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നോക്കാം. ഇതൊക്കെ മാറി മാറി വരാറുള്ള ചോദ്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MSME എന്താണെന്ന് 2 മാർക്കിൻ്റെ ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എസ്സേക്കുള്ള സ്കോപ്പ്, ദെൻ 5 മാർക്കിൻ്റെ ഒരെണ്ണം, പിന്നെ 2 മാർക്സിൻ്റെ ഞാൻ പറഞ്ഞു 2-3 എണ്ണം വരാറുള്ളതാണ്. ഈ ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ 2 മാർക്കിൻ്റെ ഈ ചാപ്റ്ററിൽ നിന്ന് പറഞ്ഞുള്ള ഒക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മിക്ക പേപ്പറിലും വരാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് 3-4 ഒക്കെ വരാറുണ്ട്. സോ ഇതാണ് ആ ഒരു ചാപ്റ്റർ, ബട്ട് അത്യാവശ്യം വായിക്കാനുള്ളതാണ്. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ നമ്പർ 4, സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ലാസ്റ്റ് ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് 2 ചോദ്യങ്ങളാണ്. ഒരെണ്ണം എങ്ങനെയാണ് സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം, എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സെറ്റ് ചെയ്യുക, അത് ഒരു പ്രാവശ്യം SCക്ക് ചോദ്യം, ഒറ്റ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ. പിന്നെ മറ്റൊരു ചോദ്യം, കഴിഞ്ഞ പ്രാവശ്യത്തെ SCക്കുള്ള ചോദ്യം, MSME എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, സെറ്റപ്പ്, MSME സെറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ്. ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് SCക്ക് വന്നിട്ടുള്ള 2 ചോദ്യങ്ങൾ. ഒരെണ്ണം സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, അതിൻ്റെ സ്റ്റെപ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഇത് തന്നെ. രണ്ടാമത് MSMEയുടെ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ 2 ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഇതാണ് സ്റ്റെപ്സ് ഇൻവോൾവ് ചോദിച്ചിട്ടുള്ളത്. ഒറ്റ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഇടയിലുള്ള 3 ചാപ്റ്റേഴ്സ് കുറേ പഠിച്ചിട്ടാണ് അതിൽ നിന്ന് ഏതെങ്കിലും വരാം. ആദ്യത്തെയും അവസാനത്തെയും അങ്ങനെയല്ല, നമ്മൾ പഠിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും എക്സാമിന്. ഇത് കുറേ പഠിച്ചിട്ടാണ് കുറച്ച് ഇതിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഇതാണ് SCക്ക് ഒരു ഒറ്റ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ദെൻ എൻവയോൺമെൻറ്റ് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ആണ് നെക്സ്റ്റ്. സോഴ്സസ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് മാത്രം. അതല്ലാണ്ടുള്ള കാര്യങ്ങളൊന്നും റിപ്പീറ്റ് അല്ല, ഇതൊന്നും അങ്ങനെ കണ്ടുവന്നിട്ടില്ല കേട്ടോ. സോഴ്സസ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ് നോക്കാമെന്ന് മാത്രം, കണ്ടുവന്നിട്ടില്ല. ഇതൊന്നും അങ്ങനെ റിപ്പീറ്റായിട്ട് കാണാറില്ല, അതുകൊണ്ടാണ്. ദെൻ നെക്സ്റ്റ് ഫീസിബിലിറ്റി സ്റ്റഡി നിർബന്ധമായും പഠിക്കുക. എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി? ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി സ്റ്റഡീനെ പറ്റിയിട്ട് 5 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി നിർബന്ധമായും നോക്കുക. പിന്നെ പലയിടത്തുള്ള ഫീസിബിലിറ്റിയിൽ ഏതെങ്കിലും പറയണം, അതിൽ ഈ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റിനെ പറ്റിയിട്ട് 5 മാർക്കിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. പഠിക്കുക കേട്ടോ, കൂടുതൽ അതിനെയാണ് വീണ്ടും പ്രതീക്ഷിക്കുന്നുള്ളതിൽ നിന്ന്. ദെൻ 2 മാർക്കിൻ്റെ ചോദ്യം സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് 2 മാർക്സിൻ്റെ നോക്കുക. പിന്നെ എന്താണ് ഈ നേരത്തെ പറഞ്ഞില്ലേ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി സ്റ്റഡി നോക്കുക, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി പൈലറ്റ് സ്റ്റഡി, ഇതൊക്കെ 2 മാർക്കിൻ്റെ നോക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ചാപ്റ്ററിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ബട്ട് ഇതിൽ നമ്മൾ തിരഞ്ഞെടുത്ത് പഠിക്കുക, ആവശ്യമില്ലാണ്ട് കുറേ പഠിച്ച നേരങ്ങളായിരുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ STP ഏതോ ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്കീം, ദെൻ ഫോറിൻ കൊളാബറേഷൻ ഒറ്റ പ്രാവശ്യം കണ്ട് ചോദിച്ചിട്ടുള്ളൂ. ഫോറിൻ കൊളാബറേഷൻ കേട്ടോ 2 മാർക്സിൻ്റെ ചോദിച്ചിട്ടുണ്ട് ഒറ്റ പ്രാവശ്യം. ഇതൊന്നും കണ്ടുവന്നിട്ടില്ല ഇതൊന്നും കേട്ടോ. ഞാനിപ്പോൾ ഇനി ഞാൻ പറഞ്ഞു SCക്ക് ഒറ്റ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളതാണ് സെറ്റിംഗ് അപ്പ് ഓഫ് MSME. എന്താണ് MSME, അതിൻ്റെ റോളും സെറ്റിംഗ് അപ്പ് ഓഫ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഫോർ സ്റ്റാർട്ടിങ് MSMEൻ്റെ സെറ്റിംഗ് അപ്പ്. ഇതാണ് SCക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം ഇതിൽ നിന്ന്. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 4-ൽ നിന്ന് ഈ 2 SC ചോദ്യങ്ങളാണ്. പിന്നെ നമ്മൾ 2 മാർക്കിൻ്റെ
പറഞ്ഞിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളില്ലേ, അതൊക്കെയാണ് ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. അതല്ലാണ്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവാണ്, ബട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. വലിയ ചാപ്റ്ററാണ്, വളരെ കുറച്ച് ചോദ്യങ്ങളാണ് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ പ്രിഫറൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ ആദ്യത്തെയും ലാസ്റ്റും പഠിക്കുമ്പോൾ തന്നെ 2 essay കിട്ടിയെന്ന് പറഞ്ഞു. ഈ മൊഡ്യൂൾ നമ്പർ 5 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. പ്രത്യേകത ഞാൻ പറഞ്ഞു, കുറച്ച് പഠിക്കുക. ഉള്ള ചെറിയ ചാപ്റ്ററാണ് ഉള്ളതൊക്കെ എക്സാമിന് വരും ചെയ്യും, മാറി മാറി. നമ്പർ 1 പ്രൊജക്ട് റിപ്പോർട്ട് എന്താണ്? 2 മാർക്കിൻ്റെ എന്തായാലും പഠിക്കണം, വരാറുണ്ട് 2 മാർക്സ്. പ്രൊജക്ട് റിപ്പോർട്ട് എന്താണ്? ദെൻ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിരിക്കണം, 5 മാർക്സ്. ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. ദെൻ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കണം, 5 മാർക്സ് പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ. ദെൻ ഇത് എസ്സേക്ക് മാറി മാറി വരുന്നതാണ്. ചിലപ്പോൾ 5 മാർക്കിൻ്റെ ഇടാറുണ്ട് കേട്ടോ. റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ കണ്ടന്റ്സ് ഓഫ് എ പ്രൊജക്ട് റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ടോപ്പിക്കാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ കണ്ടന്റ്സ് ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ടോപ്പിക്കാണ്. ദെൻ മറ്റൊരു ചോദ്യം പിന്നെ ഇതിൽ നമ്മൾ നോക്കേണ്ടത് പെർഫോമ ഓഫ് എ പ്രൊജക്ട് റിപ്പോർട്ട്. അപ്പോൾ ഇത് രണ്ടും മാറി മാറി എസ്സേക്ക് വരുന്നതാണ്. കണ്ടൻസ് അതുപോലെ തന്നെ പെർഫോമ ചോദിച്ചിട്ട് ഫോമാറ്റാണ് കണ്ടോ ഇത്. അപ്പോൾ ഇത് എസ്സേക്കുള്ള ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ദെൻ നെക്സ്റ്റ് ടിപ്സ് ഫോർ ഡിസൈനിങ് പ്രൊജക്ട് റിപ്പോർട്ട് ഫോർ ന്യൂ ബിസിനസ്. പുതിയ ബിസിനസ്സിൻ്റെ ഏകദേശം നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് കുറേയൊക്കെ ഇതിലും വരാറ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രൊജക്ട് റിപ്പോർട്ട് എന്താണ്, പിന്നെ അതിൻ്റെ കണ്ടൻസ്, റിക്വയർമെൻറ്റ്സ്, ഫോമാറ്റ്, ഇതൊക്കെ പഠിച്ചു വെച്ചോ. ഒരു എസ്സേ ഇതിൽ നിന്ന് എന്തായാലും ഉണ്ടാവും, 2 മാർക്കിൻ്റെ ഒരു ചോദ്യവും വരാറുണ്ട്. ചില സമയത്ത് കണ്ടൻസ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് 5 മാർക്കിൻ്റെയിലും ഇതിൻ്റെ പെർഫോമ എസ്സേക്കുമായിട്ടും ഇടാറുണ്ട്. അപ്പോൾ മിനിമം ഒരു 12 മാർക്കാണ്, ചിലപ്പോൾ 15-17 മാർക്ക് വരെയും വരാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചാപ്റ്ററാണ്, ഒരു എസ്സേ എന്തായാലും കിട്ടും, വരാറുണ്ട്. അപ്പോൾ ഒരു എസ്സേ ഇതിൽ നിന്നും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും മറ്റൊരു എസ്സേയും കൂടി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 എസ്സേ അവിടെ ക്ലിയറായി. പിന്നെ 2 മാർക്സിൻ്റെ ഈ 2 ചാപ്റ്റർ നോക്കിയാൽ തന്നെ അവിടെ ഒരു 4-5 ചോദ്യങ്ങൾ മിനിമം കിട്ടും. അല്ലെങ്കിൽ എൻ്റെ 2 മാർക്സിനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് നോക്കാം. ഇത് രണ്ടും ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾ പാസ്സായി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തം സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് എല്ലാത്തിനും പ്രോപ്പറായിട്ട് കവർ ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് ഹൈ മാർക്സ് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ട്. അവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പിക്ക് ചെയ്ത് പഠിച്ചു പോവുക. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിച്ചൊന്ന് പാസ്സായാൽ മതി എന്നുള്ള ആൾക്കാർ ഫസ്റ്റ് മൊഡ്യൂളും ലാസ്റ്റ് മൊഡ്യൂളും മിനിമം പഠിക്കുക, പാസ്സായിരിക്കും. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഇനി ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങൾ ഡിസ്കഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. എക്സാം റിലേറ്റഡ് ലൈവ് എക്സാം ടിപ്സ് ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ BCom BBA കോസ്റ്റും അതുപോലെ തന്നെ QTയുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.